ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. ഇത്ര പഴകിയ കരിമ്പനും മായ്ച്ച് കളയാനുള്ള ടിപ്പും അതുപോലെ തന്നെ ഉപകാരപ്രദമായിട്ടുള്ള വേറെയും ടിപ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കുക. നേരം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മഷിത്തണ്ടാണ് കേട്ടോ. അതെല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കുട്ടിക്കാലത്ത് ഓർമ്മയായിരിക്കും വരുന്നത്. സ്ലേറ്റ് ഒക്കെ മായ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലും ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവും അല്ലേ. ഇത് ഉപയോഗിച്ച് സ്ലേറ്റ് മായ്ച്ചവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇത് സ്ലേറ്റ് മായ്ക്കാൻ മാത്രമല്ല, നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കുറെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇതിന്റെ സയന്റിഫിക് നെയിം പെപ്പറോമിയം ഫെലോസിഡ എന്നാണ്. യാതൊരു കെയറിങ്ങോ പരിചരണമോ ഒന്നും തന്നെ ഇല്ലാതെ നമ്മളുടെ തൊടിയിലൊക്കെ കാണുന്ന ഒരു അത്ഭുത ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഇത് നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നല്ല വില തന്നെ കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് ഒക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതറിയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പശിത്തണ്ട്, അതുപോലെ തന്നെ വെള്ളത്തണ്ട്, തഴുതാമ, അങ്ങനെ കുറേ പേരുകൾ ഇതിൽ അറിയപ്പെടുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണോ പേര് പറയുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. തണുപ്പുള്ളതും അതുപോലെ തന്നെ നല്ല ഈർപ്പമുള്ള സ്ഥലത്തുമായിരിക്കും ഇത് കൂടുതലായിട്ട് തഴച്ച് വളരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറിച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല വൃത്തിയുള്ള സ്ഥലത്താണോ ഇത് ഉണ്ടായിട്ടുള്ളത് എന്ന്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെടിച്ചട്ടിയിലും ഇത് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടും ഔട്ട്ഡോർ പ്ലാന്റ്സ് ആയിട്ടും നമുക്ക് വളർത്തിയെടുക്കാം. വൃക്കയിലെ കള്ളുകളെ നീക്കം ചെയ്യാനും അതുപോലെ തന്നെ മൂത്ര തടസ്സം, വാദസംബന്ധമായ പ്രശ്നങ്ങൾ, വിഷാംശം നീക്കം ചെയ്യാൻ, കഫസംബന്ധമായ പ്രശ്നങ്ങൾ, കണ്ണിലെ ചൊറിച്ചിൽ, മദ്യത്തിൻ്റെ ഉപയോഗം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്രമേഹം, ആസ്മ എന്നിവയ്ക്കെല്ലാം നല്ലൊരു അത്ഭുത ശക്തിയുള്ള മരുന്ന് തന്നെയാണ് കേട്ടോ ഇത്. ഇതെങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഇലയും അതുപോലെ തന്നെ തളിര് തണ്ടുമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇടികല്ലിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കാം. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇല ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് അരഞ്ഞ് കിട്ടും കേട്ടോ. മിക്സി ജാറിലിട്ടൊന്നും അടിച്ചെടുക്കേണ്ട ഒരു കാര്യവുമില്ല. ജസ്റ്റ് നമ്മൾ ആ ഇടികല്ല് വെച്ചിട്ടൊന്ന് ഇടിച്ചെടുക്കുമ്പോൾ തന്നെ നല്ല ഫൈനായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് കുത്തിയെടുത്താൽ തന്നെ നന്നായിട്ട് പേസ്റ്റായിട്ട് നമുക്ക് വരും. അപ്പോൾ ആ രീതിയിൽ നമുക്കൊന്ന് ചെയ്തെടുക്കാം. അതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളമൊന്നും ആഡ് ചെയ്യരുത്. അത്യാവശ്യം നല്ല വെള്ളം തന്നെ ഇതിലുണ്ടാവും. വേരുകൾ വെള്ളം വലിച്ചെടുക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. ഈ ഒരു സസ്യം ഉപയോഗിച്ചിട്ട് നമ്മൾ കളർ വെള്ളം നന്നായിട്ട് ഒരു ഗ്ലാസ്സിൽ നിറച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ ഒരു പ്ലാന്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറേ സമയത്തിന് ശേഷം ഇതിൻ്റെ ഇലകളിലേക്കും അതുപോലെ തന്നെ തണ്ടുകളിലേക്കൊക്കെ ആ കളറ് വരുന്നതായിട്ട് നമുക്ക് കാണാം. കാരണം പെട്ടെന്ന് വെള്ളത്തെ ആഗിരണം ചെയ്യാനുള്ള നല്ലൊരു ശേഷി ഈ ഒരു ചെടിക്കുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉള്ള സ്ഥലത്ത് നമുക്കൊരു ചെറിയൊരു എക്സ്പെരിമെൻ്റ് പോലെയൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുത്തിയെടുത്തപ്പോൾ തന്നെ നന്നായിട്ട് നമ്മളുടെ ഇല ചതഞ്ഞ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ചതച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് അധികം ക്വാണ്ടിറ്റിയിൽ ചതച്ചെടുക്കുകയാണെങ്കിൽ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റുന്നതാണ്. ഇനി ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം അതികഠിനമായ മാറാത്ത തലവേദനയൊക്കെ ഉള്ളപ്പോൾ ഇതുപോലെ ജസ്റ്റ് നമ്മുടെ നെറ്റിയിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നല്ലൊരു ആശ്വാസം കിട്ടുന്നതാണ്. മാത്രമല്ല ആണിരോഗമുള്ളവർ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം ആണിയുള്ള ഭാഗത്ത് വെച്ച് കെട്ടിയിട്ട് 4-5 ദിവസം ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആണിരോഗമൊക്കെ നമുക്ക് ക്യൂറായി കിട്ടുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് മഷിത്തണ്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ടും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ യെല്ലോട് കൂടെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഏതെങ്കിലും ഒരു പൊടിയാണ് കേട്ടോ. ഞാനിപ്പോൾ കടലമാവാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടിയോ നിങ്ങളുടെ ഫേസിന് ഏതാണോ ആപ്റ്റായിട്ടുള്ളത് ആ പൊടി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതുപോലൊരു മിക്സ് ഉണ്ടാക്കിയിട്ട് നമ്മളുടെ മുഖത്ത് മുഖക്കുരു ഉള്ള സ്ഥലത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് വരികയാണെങ്കിൽ
ഇത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് വരികയാണെങ്കിൽ മുഖക്കുരു പാടുകളൊക്കെ പോയിട്ട് മുഖം നന്നായിട്ട് ബ്രൈറ്റ് ആവാനും കരിവാളിപ്പ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ പോയി കിട്ടാനും നമ്മളെ സഹായിക്കുന്നതാണ്. എല്ലാവരും ഈ ടിപ്പും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് കടലമാവും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആ ജ്യൂസിലൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. വേറെ വെള്ളമൊന്നും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഈ മഷിത്തണ്ടിൽ തന്നെ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടാവും. അപ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് അതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മളുടെ മുഖത്ത് എവിടേക്കാണോ മുഖക്കുരു ഉള്ളത് ആ ഭാഗത്തൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ ഒരു അടയാളം പോലും ഇല്ലാതെ മുഖം നന്നായിട്ട് ബ്രൈറ്റായി വരാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. ഇതുപോലെ ഒന്ന് എടുത്തിട്ട് നന്നായിട്ട് മുഖത്ത് മസാജ് ചെയ്തൊരു 10-15 മിനിറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ ലൈവായിട്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാനും വേണ്ടിയിട്ട് മറന്നു പോകരുത്. ഏകദേശം ഒരു 10-15 മിനിറ്റിന് ശേഷം നന്നായിട്ട് ഡ്രൈ ആയി വരും. ആ സമയത്ത് നമുക്ക് പച്ചവെള്ളം ഉപയോഗിച്ചൊന്ന് കഴുകിയെടുക്കാം. വലിയ വില കൊടുത്ത് ക്രീമുകളൊന്നും വാങ്ങാതെ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 100% തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഒരു ദിവസം ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് പരാതിയായിട്ട് നിങ്ങൾ വരരുത്. ഒരാഴ്ച ട്രൈ ചെയ്തതിന് ശേഷം ലൈവായിട്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മഷിത്തണ്ട് ചെടിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്നും ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് വെള്ളമാണ് ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് അധികം തന്നെ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. സന്ധിവേദന, കാൽമുട്ട് വേദന, അതുപോലെ തന്നെ ബോഡി ഫുള്ളായിട്ട് പെയിനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് അധികം തന്നെ സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ ചെറു ചൂടോട് കൂടി ധാര കോരുക, അല്ലെങ്കിൽ കോട്ടൻ്റെ തുണിയോ തോർത്തോ ഉപയോഗിച്ച് ചൂടോട് കൂടെ തന്നെ നമ്മൾ പെയിനുള്ള ഭാഗത്തൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് അത് ക്യൂർ ആവുന്നതായിട്ട് നമുക്ക് കാണാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. വിശപ്പില്ലായ്മ, അതുപോലെ തന്നെ ടേസ്റ്റ് ഇല്ലാതിരിക്കുക, യൂറിക് ആസിഡിൻ്റെ പ്രോബ്ലം ഉള്ളവരൊക്കെ ഈ രീതിയിൽ മഷിത്തണ്ട് ഉപയോഗിച്ച് ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ എല്ലാത്തിനും നമുക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് മോനെ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഒന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പം ഞാൻ ഈ മഷിത്തണ്ട് അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് മോന് സ്ലേറ്റ് കൊണ്ടുവന്നിട്ട് അതൊന്ന് മായ്ക്കണമെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ അതൊന്ന് മായ്ച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഞാൻ ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മളിത് അരിഞ്ഞെടുക്കുന്ന സമയത്ത് അധികം മൂക്കാത്ത തണ്ടും ഇലകളും മാത്രം എടുക്കുക കേട്ടോ. അപ്പോഴാണ് നമ്മുടെ തോരന് അടിപൊളി ടേസ്റ്റ് ആയിട്ട് വരുന്നത്. എന്നിട്ട് ഞാൻ ചട്ടി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവിന് ആവശ്യമായിട്ട് പച്ചമുളക് ചതച്ചും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്നു വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വഴന്നു വന്നതിന് ശേഷം നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മഷിത്തണ്ടും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒരു തുള്ളി പോലും ചേർക്കാതെ അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അത് വെന്ത് കിട്ടുന്നതായിരിക്കും. ഇത്രയും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള മഷിത്തണ്ട് തോരനായിട്ടും അല്ലെങ്കിൽ കഷായമായിട്ടോ അല്ലെങ്കിൽ ജ്യൂസ് ആയിട്ടൊക്കെ ഉണ്ടാക്കി നമ്മൾ കഴിച്ചു വരികയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് യൂറിക് ആസിഡിലും അതുപോലെ തന്നെ ഷുഗറിലൊക്കെ വ്യത്യാസം കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ടിപ്പും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് ഫീഡ്ബാക്സും കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. ഉപ്പിട്ട് കൊടുത്തിരുന്നു കേട്ടോ. അത് ഞാൻ പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ്. ഇനി അടച്ചു വെച്ചിട്ട് തുള്ളി പോലും വെള്ളം ഒഴിക്കാതെ നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. 3-4 മിനിറ്റിന് ശേഷം തന്നെ നമുക്ക് നന്നായിട്ട് ഇത് വെന്ത് കിട്ടുന്നതാണ്. ഇത് തണ്ട് രൂപത്തിലായതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളം അതിൽ നിന്നും ഇറങ്ങി വരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വെള്ളമൊന്നും ഇതിൽ അഡീഷണലായിട്ട് ചേർത്ത് കൊടുത്തിട്ടില്ല. മാത്രമല്ല എൻ്റെ അടുത്ത് ഇപ്പോൾ കുറച്ച് ഇല ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് തോരനാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് കുറച്ച് അധികം തന്നെ പറിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് ഈ രീതിയിൽ ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇലയൊക്കെ വെന്ത് വന്നതിന് ശേഷം ഞാൻ കുറച്ച് തേങ്ങ ചെരുവിയതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന ഈ റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ചോറിന് ഇത് മാത്രം മതിയാവും കേട്ടോ. അപ്പം നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. എത്ര പഴകിയ കരിമ്പനും അത് കളർ ഡ്രസ്സ് ആവട്ടെ വൈറ്റ് ഡ്രസ്സ് ആവട്ടെ വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഞാനിപ്പോൾ ഒരു കിച്ചൺ ടവലാണ് എടുത്തിട്ടുള്ളത്. കിച്ചൺ ടവലൊക്കെ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈർപ്പം വരുമ്പോൾ കരിമ്പനും അതുപോലെ തന്നെ കറകളൊക്കെ പെട്ടെന്ന് പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ എങ്ങനെ നമുക്ക് കളറൊന്നും നഷ്ടപ്പെടാതെ തന്നെ കരിമ്പൻ എങ്ങനെ കളയാമെന്നുള്ള ടിപ്പാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പം ഞാൻ ആ ക്ലോത്ത് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഇതുപോലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ.
കാരണം ഹാർപ്പിക്കൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ പാത്രം കളർ വ്യത്യാസം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വളരെ കുറച്ച് മാത്രമേ ഞാനിവിടെ ഹാർപ്പിക്ക് എടുത്തിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഈ ടവൽ അതിലേക്കൊന്ന് മുക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നനവ് പറ്റുന്ന സമയത്ത് ഇതുപോലെ കരിമ്പൻ പിടിച്ച ഡ്രസ്സൊക്കെ നന്നായിട്ട് വിസിബിൾ ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നനവ് പറ്റിയപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു കേട്ടോ. ഇനി ഞാൻ നന്നായിട്ടൊന്ന് നിവർത്തിയും കൂടെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എത്രത്തോളം കരിമ്പൻ ഉണ്ടെന്ന് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നന്നായിട്ട് ഇതിൽ കരിമ്പൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ മുങ്ങിത്തക്ക രീതിയിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു ടവൽ ഒരു 5 മണിക്കൂർ വരെ നന്നായിട്ട് നമുക്കൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ 5 മണിക്കൂറിന് ശേഷമുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെ കളറൊന്നും ഇളകി പോകാതെ തന്നെ ആ വൈറ്റ് പോർഷനിലുള്ള നന്നായിട്ട് കരിമ്പിനൊക്കെ പോയിട്ട് നല്ല കളറായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ വെള്ളം ഒന്ന് കളഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, പുതിയതായിട്ട് വാങ്ങിയ ഒരു ടവൽ പോലെ തന്നെ നമുക്ക് ഇവിടെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കരിമ്പൻ പിടിച്ച ഏത് ഡ്രസ്സായാലും നിങ്ങൾക്ക് ഈ രീതിയിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾ പുതിയ ഡ്രസ്സിലൊക്കെ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഡൈല്യൂട്ട് ചെയ്ത വെള്ളം ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയോ, മുഴുവനായിട്ട് മുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. കറയായ ഭാഗത്ത് മാത്രം ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ തന്നെ നന്നായിട്ട് ആ കറകളൊക്കെ പോയി കിട്ടുന്നതാണ്. പുതിയ ഡ്രസ്സൊന്നും നമ്മൾ ഇതുപോലെ മുക്കി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.